സ്നേഹത്തിൻ്റെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്, ശത്രുതയായ അതിൻ്റെ ഇരട്ടി ശത്രുതയുണ്ടാവാം. മകൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ആ പടത്തിലാണ്. പിന്നെ മകനെ നമ്മൾ ഞെട്ടിച്ചതാണ് അവൻ. ഇന്ന് എന്ത് ചെയ്യും, ആർട്ടിസ്റ്റ് തന്നെ തീരുമാനിക്കും, ക്യാമറമാനാർ, മറ്റവരാർ, മേക്കപ്പാർ, കോസ്റ്റ്യൂമാർ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഡയറക്ടറുടെ പതനമാണ്. ശരി, ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ മുമ്പിൽ കിട്ടുകയാണ്, വലിയ പരിചയങ്ങളില്ല, ഒരു പ്രിക്കോഷൻസ്, ഒരു മുൻകരുതലുണ്ട്. എന്തായിരുന്നു ഒരു നടൻ്റെ മുഖത്ത് ക്യാമറ വെക്കുമ്പോഴുള്ള അനുഭൂതി? അല്ല, അത് എന്താണെന്ന് നമുക്ക് അങ്ങനെ ഇല്ല. നമ്മൾ ഈ പുറത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഒരു പ്രഭയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അടുത്തിരിക്കുമ്പോൾ അത് നമുക്ക് ഒരു യൂഷ്വൽ നമ്മുടെ സഹപ്രവർത്തകരെന്നൊരു ഇതേ ഉള്ളൂ. എന്നാൽ പുറത്ത് അവരെ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റിന് വേണ്ടി നമ്മളിവിടെ തള്ളുമ്പോൾ ആലോചിക്കും, ഇവർക്ക് ഇത്രയും ഇവർ ഒരു ടിക്കറ്റിന് വേണ്ടി അവരെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ തള്ളും. ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലാലേട്ടനാണ്, നമുക്ക് ലാലേട്ടാ കുറച്ചങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറിയുന്നേ എന്ന് നമ്മൾ പറയുമ്പോൾ അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രഭ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ഇവരെ സിനിമ കാണാൻ വേണ്ടി നിൽക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എനിക്ക് പണ്ടും ഇവരോട് എല്ലാവരും ഫോട്ടോ എടുക്കണ ഒരു പ്രവണത, എൻ്റെ ഫോട്ടോസ് വളരെ കുറവാണ്. ഞാൻ അവരുമായിട്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക. പണ്ട് ഞാൻ പോയി ഒന്ന് ഫോട്ടോ എടുക്കൽ കുറവാണ്. അന്നൊന്നും മൊബൈലും ഇല്ല, പിന്നെ എടുത്താലും ഒരു തരത്തുമില്ല. സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സേ എല്ലാവരും എടുപ്പിക്കുമല്ലോ, അപ്പോൾ എല്ലാവർക്കും പ്രിൻ്റ് അടിച്ച് കൊടുക്കാൻ പറ്റുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസും കുറവാണ്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഈക്വൽ ആണ് എന്ന ഒരു ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ മാത്രമല്ല, ഈക്വൽ യൂണിറ്റുകാർ പോലും. ഇപ്പം ഒരു യൂണിറ്റുകാരനോട് നമ്മൾ സംസാരിച്ചാലും അയാൾക്ക് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ 10 സിനിമ വർക്ക് ചെയ്യുമ്പോൾ ഒരു സൗഹൃദം, അത്രേ ഉള്ളൂ. നല്ല സൗഹൃദമാണ്. എവിടെയും കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഇന്ന് ലാലായിട്ട് ചോദിക്കും, മമ്മൂക്ക ചോദിക്കും, ഒക്കെ ചോദിക്കും. ആ ഒരു സൗഹൃദമുണ്ട്. പക്ഷെ അത് പുറത്ത് പറഞ്ഞ ആൾക്ക് അത് മനസ്സിലാകത്തില്ല. അത് ശരിയാണ്. അല്ല, ഈ മാന്ത്രികം ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് ഷോട്ടുകൾ, ആ വെള്ളത്തിൽ കൂടെ പോകുന്ന ഷോട്ടുകൾ ഇപ്പോഴും കാണാൻ പാടമാണ്. ശരിക്കും അധ്വാനിച്ചൊരു പടമല്ലേ? അധ്വാനമുണ്ട് അതിൻ്റെ സെറ്റുകൾ. പിന്നെ മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമ ഒരു വല്ലാത്തൊരു സിനിമയായിരുന്നു. ചിദംബരത്താണ് ഷൂട്ട് ചെയ്തത്. ചിദംബരത്ത് ഒരു വേലിയേറ്റവും വേലിയിറക്കമുള്ള ഒരു സ്ഥലമാണ്. ക്ലൈമാക്സിൽ പോകുന്നൊരു പോർഷൻ ഉണ്ട്. അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യേകിച്ച് രാവിലെ നമ്മൾ പോകുമ്പോൾ വെള്ളം ഉണ്ടാവും ബോട്ടിൽ. അവിടെ ചെന്ന് ഇറങ്ങി ഷൂട്ടിങ് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ വേലിയിറക്കമായിരിക്കും. പിന്നെ വെള്ളം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ മണി കൂടെ നടന്ന് കുറച്ച് പോകെ വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് വെള്ളം ഉണ്ടാവും. പിന്നെ നടന്ന് ചെറിയ വെള്ളത്തിൽ കൂടെ നടന്ന് കയറി വരണം. അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനായിരുന്നു ചിദംബരം. അതിലാ നമ്മുടെ സിനിമ കൂടെ കാണുന്ന ലൊക്കേഷൻ അത്ര ബ്യൂട്ടിയാണ്, ഭയങ്കര ബ്യൂട്ടിയാവും. മരങ്ങളൊക്കെ ചെറിയ ചെറിയ വല്ലാത്തൊരു മരമുണ്ട്. അത് വേറെ ടൈപ്പ് എന്തോ ഒരു മരമാണ്. ആ മരത്തിൻ്റെ കൂടെ ഇങ്ങനെ ചാലുകളാണ്. അതിൽ കൂടെ നമ്മൾ ചെറിയ ബോട്ടിങ്ങിലൊക്കെ പോകുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയും. പിന്നെ അതിനപ്പുറത്തൊരു ഏരിയയിലാണ് നമ്മൾ ഈ വില്ലൻ്റെ കൊള്ളസംഗീതമൊക്കെ സെറ്റ് ചെയ്തത്. രഘുവരൻ്റെ പോഷൻ, രഘുവരൻ്റെ അല്ല, മറ്റേ ഒട്ടത്തല പുള്ളിയുടെ സെറ്റ് ചെയ്തേക്കുന്നത്. രഘുവരനെ കൊണ്ട് അടച്ചിട്ടേക്കുന്നത്. ആ ബസൂക്കയൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. ബസൂക്കയൊക്കെ ഉപയോഗിച്ചു. ആ പടം നമുക്കൊരു, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പടം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ ഒരു ചിന്തയില്ല, അത്ര ക്രൈസാണ്. പിന്നെ ലാലേട്ടൻ അവിടെ ചെന്നതോടുകൂടി ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് ഒരു സൗഹൃദം കൂടുതൽ ഊഷ്മളമായി അല്ലേ? ഊഷ്മളമായെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളുണ്ട് പറയാൻ. MG കോളേജിൽ പഠിച്ചു എന്നുള്ളൊരു ഇത്, പിന്നെ തിരുവനന്തപുരത്ത് കാരണമാണ്, പിന്നെ ഒരു സിനിമാ കുടുംബത്തിലെ അംഗം ആണ് ഞാൻ. ആ പരിഗണനയൊക്കെ എനിക്ക് ലാലേട്ടൻ തന്നു എന്നുള്ളതാണ്. കാരണം എൻ്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഉള്ള ആൾക്കാർ ഈ FFKയിൽ പൈസ അടയ്ക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവരാണ്. എൻ്റെ ചേട്ടൻ ഡയറക്ടർ, എൻ്റെ അനിയൻ ക്യാമറമാൻ, ഞാൻ ഡയറക്ടർ വിത്ത് ക്യാമറമാൻ, എൻ്റെ അങ്കിൾ ഡയറക്ടർ, പിന്നെ ഒരാൾ ഉണ്ട്, അഭിനയിക്കുന്ന ഒരാളും ഉണ്ട്, പോലീസ് SI ആണ്, അയാൾ അഭിനയിക്കുന്നുണ്ട്, സുനിൽ കുമാർ. അദ്ദേഹം എൻ്റെ നേരെ അയാൾ അഭിനയിക്കുന്നുണ്ട്. അയാൾ കുറേ 10-20 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് ജോലി ഉള്ളതുകൊണ്ട് അത് SI ആണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ്, ഏറ്റവും കൂടുതൽ ഫെഫ്ക എന്ന് പറയുന്ന യൂണിയനിൽ മെമ്പർഷിപ്പ് കാശടയ്ക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവങ്ങ് അവഗണിക്കാൻ പറ്റില്ല സിനിമയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ നമ്മളെ അറിയാം. ഈ അദ്ദേഹത്തിനോട് ഞാൻ കൂടുതൽ ആകാംക്ഷ വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖമെത്ത്, നമ്മൾ തിയേറ്ററിലാണ് അദ്ദേഹത്തെ കാണുന്നത്, അടുത്ത് പരിചയപ്പെടുന്നു, അദ്ദേഹത്തിന് ഷോട്ട് വെക്കുന്ന നിമിഷങ്ങൾ, എന്തെങ്കിലും രസകരമായ നിമിഷം അവരോട് മാന്ത്രികത്തിൽ? അത് എനിക്ക് മാന്ത്രികത്തിൽ ഉള്ളതിനേക്കാളും എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞാൻ ആദ്യമായി മോഹൻലാലിൻ്റെ പടം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത് ഒന്നാമൻ എന്ന സിനിമയാണ്. ആ സിനിമയിൽ ഞാൻ മോഹൻലാലിന് ആദ്യമായിട്ട് വയ്ക്കുന്ന ഒരു ഷോട്ട്, അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. പക്ഷെ അത് പിന്നീട് എപ്പോഴോ ഇങ്ങനെ ഞാൻ ആലോചിച്ചെടുത്തപ്പോൾ അത് ഭയങ്കര ഒരു ഗുരുത്വമുള്ളൊരു ഷോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ പടത്തിൽ ആദ്യമായിട്ട് ലാലേട്ടൻ കണ്ണൂർ അഭിനയിക്കാൻ വരുമ്പോൾ തമ്പി
സാർ എന്നോട് പറഞ്ഞു ഞാനാണ് ക്യാമറമാൻ. അതുവരെ അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല ഞാനാണ് ക്യാമറമാൻ എന്ന് അറിയില്ല. ലാലേട്ടൻ അന്നൊന്നും ഇങ്ങനെ ക്യാമറമാൻ ആരാണെന്ന് അന്ന് ചോദിക്കത്തില്ല. പ്രത്യേകിച്ച് വലിയ ഡയറക്ടർ മാത്രമേ അദ്ദേഹം. പണ്ടുള്ള നടന്മാരെല്ലാം ഡയറക്ടർ, സ്ക്രിപ്റ്റ്, നായിക, അവരെ കോമ്പിനേഷനിൽ വരുന്ന ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആരാണെന്നൊന്നും അത് ഒരു നല്ല ഡയറക്ടർക്ക് തീരുമാനിക്കാനുള്ള കഴിവുണ്ടെന്ന് ബോധ്യമുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. ഇന്ന് അതില്ല. ഇന്നിതില്ല. ഇന്ന് എന്ത് ചെയ്യും? ആർട്ടിസ്റ്റ് തന്നെ തീരുമാനിക്കും. ക്യാമറമാനാര്, മറ്റവരാര്, മേക്കപ്പ് ആര്, കോസ്റ്റ്യൂമാര്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഡയറക്ടറുടെ പതനമാണത്. പിടിപ്പുകേട്. അതാണ് ഡയറക്ടർ എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ എന്നല്ലേ. അല്ല, അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ അയാൾ ഫീൽഡ് ഔട്ട് ആവില്ല. ആ പേടിയും കാണത്തില്ല. ഒരു പ്രോജക്റ്റ് നടക്കാനായിട്ട് ഡയറക്ടർ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല, അതുകൊണ്ടാണ് പ്രോജക്റ്റിന് വേണ്ടി. പണ്ട് അതല്ലല്ലോ. പണ്ട് സിനിമ അങ്ങനെ അല്ലല്ലോ. നടനാണ് തീരുമാനിക്കുന്നത്, അല്ല സംവിധായകനാണ് തീരുമാനിക്കുന്നത് ഈ കഥയിൽ ആരഭിനയിക്കണം. ഇന്ന് അതല്ല തീരുമാനിക്കണം. ആരഭിനയിക്കുന്നു അതിനനുസരിച്ചാണ് കഥ വരുന്നത്. തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരാളുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാമെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത്. പണ്ട് പ്രൊഡ്യൂസർ അങ്ങനെ അല്ലല്ലോ. പണ്ടെന്താണ്, ഒരു പടം ചെയ്യണമെന്ന് ഒരു പ്രൊഡ്യൂസർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ തീരുമാനിക്കും. ആ ഡയറക്ടറെ വിളിക്കുന്നു. ആ ഡയറക്ടറെ വിളിച്ചിട്ട് ഒരു റൂം എടുത്ത് സംസാരിക്കും. നമുക്കൊരു പടം ചെയ്യണം, ഇത്ര രൂപ എൻ്റെ ബഡ്ജറ്റ് ഉണ്ട്, നമുക്ക് ആരെ വെച്ച് എടുക്കാം, എങ്ങനെ ഒരു കഥ എടുക്കാം, ആരെ വെച്ച് ആദ്യം കഥ എഴുതാം, ആരെ വെച്ച് കഥ എഴുതാം. ഇന്ന് പ്രസൻറ്റിലുള്ള നല്ല ഇപ്പോൾ ശ്രീനിവാസനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവരെയൊക്കെ വെച്ചൊരു കഥ എഴുതാം. അവർ അപ്രോച്ച് ചെയ്യുന്നു. അത് ഇവരെ വണ്ടിയിൽ തന്നെ പോയി അപ്രോച്ച് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് റൂം എടുത്ത് കൊടുത്ത് കഥ എഴുതിച്ചിട്ട് കഥ ഇന്ന ആൾ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞതിന് ശേഷം ആർട്ടിസ്റ്റിനെ തീരുമാനിക്കും. ഇപ്പം അതല്ല, കാലം മാറി. പിന്നെ ഇപ്പോൾ കഥാകൃത്തുക്കൾ കഥ എഴുതി വീട്ടിൽ ഇരുന്ന് എഴുതി കൊണ്ടുവന്ന് കഥ വായിച്ച് കേൾപ്പിച്ചിട്ട് ആണ് സിനിമ എടുക്കുന്നത്. മറ്റതല്ല, ഏത് ജോണറിലുള്ള സിനിമ എടുക്കണമെന്ന് സംവിധായകനും പ്രൊഡ്യൂസറും കൂടെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ ഓടാൻ സാധ്യതയുള്ളത് ഫാമിലിയാണ്, അല്ലെങ്കിൽ സസ്പെൻസ് സിനിമയാണ്. നമുക്ക് സസ്പെൻസ് സിനിമ ആലോചിക്കാം. സസ്പെൻസ് എഴുതാൻ പറ്റുന്ന ആരാണ്, ആ ആളിനെ അവർ സെലക്ട് ചെയ്യും. അത് കഥ എഴുതി വരുമ്പോഴത്തേക്ക് ഇത് അഭിനയിക്കാൻ പറ്റുന്ന ആരാണ്, അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം അങ്ങനെയല്ല. ആ രീതി മൊത്തം പാറ്റേൺ മാറിപ്പോയി. ഈ ഒന്നാമനെന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോൾ ഞാൻ തമ്പി സാർ പറഞ്ഞു ലാലേട്ടൻ വന്നിട്ടുണ്ട്, പോയൊന്ന് കണ്ട് സംസാരിക്കണം, എന്നാണ് ക്യാമറമാണെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ചെന്നപ്പോൾ ക്രൗഡ് കാണും, ഒരു ഭയങ്കര ക്രൗഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഉടനെ ചെന്നു, ഡോറിൽ തട്ടി. എന്നെ ഡോറിൽ കണ്ടപ്പോഴത്തന്നെ ലാലേട്ടൻ ഗ്ലാസ് താത്തു. അതെന്താ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലാലേട്ട ഞാനാണ് ക്യാമറമാൻ. പുള്ളി അങ്ങ് അതിശയത്തോടുകൂടി എനിക്കപ്പോൾ തന്നെ ഷേക്കാറ്റ് വന്നിട്ട് ധൈര്യമായിട്ട് തുടങ്ങാൻ പറഞ്ഞു. ഷൂട്ടിങ് ആദ്യത്തെ ഷോട്ട് വച്ചേക്കുന്നത് അതിൽ ഹേമന്ത് രാവണൻ എന്ന് പറഞ്ഞൊരു വില്ലന് മോഹൻലാൽ ഒറ്റ ഇടിക്ക് അടിച്ച് ഒരു പരുവാക്കിയിട്ട് എടുത്ത് ഈ കോളനി റോഡ് സൈഡിലേക്ക് എടുത്ത് എറിഞ്ഞേക്കുകയാണ്. അവിടേക്ക് ലാലേട്ടൻ എൻട്രി ആവുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ കാലിൻ്റെ ഷോട്ടാണ് ആദ്യം വെച്ചേക്കുന്നത്, ക്രെയിനാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പറഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആ കാലിൽ നിന്ന് പതുക്കെ ക്യാമറ ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് പോകുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ കൈ ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ ആ ഷോട്ട് അന്ന് എടുത്തപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് പടം റിലീസായി കുറേ കഴിഞ്ഞ് എപ്പോഴോ ഇങ്ങനെ ഒരു ചിന്തയിൽ വന്നു, ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ കാലിൽ തൊഴുതല്ലേ ഞാൻ തുടങ്ങിയത് എന്ന് എനിക്ക് തോന്നി. അതൊരു വല്ലാത്തൊരു നിമിത്തമായിരുന്നു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഷോട്ടുമാണ്. അത് നമുക്ക് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ ആ സംഭവിച്ചാൽ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന കാലിൽ നിന്ന് ക്യാമറ ഇങ്ങനെ ടിൽറ്റപ്പ് ചെയ്ത് ഫേസ് ക്രെയിൻ അപ്പ് ചെയ്ത് മുഖത്ത് വരുമ്പോൾ ലാലേട്ടൻ എൻട്രി ആവുന്നതാണ്. പിന്നെ ഒരു നീണ്ട യാത്രയായിരുന്നു ആ പടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു യാത്രയായിരുന്നു. കഴിഞ്ഞ ഒന്നാമൻ ഷൂട്ട് ചെയ്യാത്ത ലൊക്കേഷൻസ് ഇല്ല. ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റി, പിന്നെ കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, എറണാകുളം, ചെന്നൈ, ഒരു 4-5 ഷെഡ്യൂളായിട്ടാണ് പടം ചെയ്തത്. അത്രയ്ക്ക് ഹെവി സബ്ജക്റ്റ് ആയിരുന്നു. 5 പാട്ട്. മകനും വന്നിട്ടില്ലേ? മകൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ആ പടത്തിലാണ്. പിന്നെ മകൻ വന്ന് മകനെ നമ്മൾ ഞെട്ടിച്ചതാണ്. അവൻ അന്നേ നമ്മൾ ഞെട്ടിച്ചു. അന്ന് ലാലേട്ടൻ്റെ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊക്കെ പറയുന്നതിന് മുമ്പേ നമുക്ക് അന്നേ ഞാൻ പലരും പറഞ്ഞിട്ടുള്ളതാണ്. മട്ടാഞ്ചേരിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അന്ന് സുചിത്ര ചേച്ചിയാണ് കൂടെ വരുന്നത്. സുചിത്ര ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തിൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് വരുന്നത്. അവർ അവിടെ വന്ന് ഒരു കസേരയിട്ട് ഒരു മരത്തിൻ്റെ മുകളിലിരിക്കും. ഈ പയ്യൻ ഒരു ഇത്ര കല്ലിച്ചിരിക്കുന്ന ഒരു 7 വയസ്സോ 8 വയസ്സോ 10 വയസ്സിനകത്തേ വരുള്ളൂ എന്ന് തോന്നുന്നു. ആ സമയത്ത് ഈ പയ്യൻ അവിടെ നിന്ന് ഈ മട്ടാഞ്ചേരിയിൽ ഐസ്ക്രീമൊക്കെ പെട്ടിയിൽ കൊണ്ടുവരും. നമ്മൾ പോലും
കഴിക്കില്ല. അതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ട് വാങ്ങിക്കുന്ന ഈ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഉറിഞ്ചി അമ്മയുടെയും അവരെയൊക്കെ കൂടെ ഏതൊരമ്മ എൻ്റെ വൈഫാണെങ്കിൽ പോലും എൻ്റെ മോൻ അവിടെ ഞാൻ ഐസ്ക്രീം അവിടെ നിന്നൊക്കെ വാങ്ങിച്ചാൽ പറയും വേണ്ടെന്ന് വാങ്ങിക്കും, കഴിക്കണമെന്ന് പറയും. പക്ഷേ അവരൊന്നും പറയില്ല. ഇവൻ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നടന്ന് അവിടെ ഇങ്ങനെ തടുത്ത് പോയിരിക്കുക. അവൻ സിനിമ അവിടെ ഷൂട്ടിങ് നടക്കുന്നെന്നോ അവിടെ ഇന്ന തമ്പി കണ്ണന്താനം സാർ അവിടെ നിന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരെ അമ്മ അവിടെ ഇരിക്കണമെന്നോ ഇവിടെ എന്തൊക്കെ നടക്കുന്നോ ഒന്നുമില്ല. പുള്ളിയുടെ ചിന്ത ആയിരുന്നില്ല. പുള്ളി അവിടെ ഐസ്ക്രീമൊക്കെ കാഴ്ച കുടിച്ച് ഇങ്ങനെ തിരയൊക്കെ എണ്ണി അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും പോകണമെങ്കിൽ അവർ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കപ്പലണ്ടി എവിടെയും കൊണ്ടുവന്ന അത് വാങ്ങിക്കും. ഒരു വല്ലാത്തൊരു ഈ മോഹൻലാലിൻ്റെ മോൻ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചത് എന്തായിരിക്കും സാറിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? പക്ഷെ അത് അങ്ങനെ ആവണം. മോഹൻലാലിൻ്റെ ഒരു ഗുണം എന്താണ്? എല്ലാവരും സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സുള്ള മനുഷ്യനാണ് അയാൾ. പലരും പറയാറുണ്ട് അയാൾ സ്നേഹത്തിൻ്റെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്, ശത്രുതയായ അതിൻ്റെ ഇരട്ടി ശത്രുത ഉണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിന് ശത്രുക്കൾ വളരെ കുറവാണ്. എല്ലാവരെയും അദ്ദേഹം ഒരേപോലെ യൂണിറ്റുകാരനെയും ഒരു വലിയ നടനെയും സംവിധായകനെയും എല്ലാവരെയും ആർക്കും ഒരു തലവേദന ഇല്ലാത്ത നടനാണ്.